രാജ്യത്ത് കുട്ടികളെ ദത്തെടുക്കാനുള്ള താല്പര്യം വർഷം തോറും വർദ്ധിക്കുകയാണ്. എന്നാൽ ദത്തെടുക്കാനായി യോഗ്യതയുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. സാങ്കേതികമായി പറഞ്ഞാൽ നിലവിലെ അംഗീകൃത ഏജൻസികളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത ദമ്പതികളുടെ എണ്ണം 36,381 ഉയർന്നിട്ടുണ്ട്. എന്നാൽ ദത്തെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം 2,652 മാത്രമാണ്. സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റിയും വിവിധ സംസ്ഥാനതല ഏജൻസികളും ഇത് സംബന്ധിച്ച കണക്കുകൾ സൂക്ഷിക്കുകയാണ്. ഈ ഭിന്നത കുറച്ച് വിശദമായി നോക്കുമ്പോൾ ദത്തെടുക്കൽ നടപടികൾ പലപ്പോഴും വളരെയധികം വൈകുന്ന കാരണം എന്താണെന്ന് വ്യക്തമാവുകയാണ്. പല മുൻഗണനകളും നിയമപരമായ ബുദ്ധിമുട്ടുകളും പ്രക്രിയയിലെ ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ കുട്ടികളുടെ പട്ടികയിൽ അപൂർവമായിരിക്കുകയാണ്. പല കുട്ടികൾ പോലും അവരുടെ ജീവിതത്തിൽ സ്ഥിരതയുള്ള കുടുംബമുറപ്പുകൾ കാണാൻ കഴിയാതെ കുറേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരികയാണ്. കുട്ടികളുടെ ദത്തെടുക്കൽ പ്രക്രിയയിൽ ശരാശരി 3.5 വർഷത്തോളം കാലതാമസം സംഭവിക്കുന്നതായി നിരീക്ഷിക്കപ്പെടുകയാണ്. ഇത് കുട്ടികൾക്കും ദമ്പതികൾക്കും ഒരുപോലെ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുകയാണ്. വർഷങ്ങളായി പുനഃസംവിധാനങ്ങൾ നടപ്പാക്കിയിട്ടും കൂടുതൽ കുട്ടികൾ പട്ടികയിൽ ആക്റ്റീവായിട്ടും അനുമതി ലഭിക്കാത്തവരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. അതേസമയം ദത്തെടുക്കാൻ കാത്തിരിക്കുന്ന ദമ്പതികളുടെ എണ്ണം സ്ഥിരമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. 2021 മാത്രം രജിസ്റ്റർ ചെയ്ത ദമ്പതികളുടെ എണ്ണം 26,734 ആയിരുന്നു. എന്നാൽ ആ വർഷം ദത്തെടുക്കാനുള്ള കുട്ടികളുടെ എണ്ണം 2,430 മാത്രമായിരുന്നു. ഈ കണക്കുകൾ എത്രമാത്രം വലിയ വ്യത്യാസം പ്രകടിപ്പിക്കുന്നു എന്ന് കാണാനാവുകയാണ്. അനാഥരായവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയ 20,000-ലധികം കുട്ടികൾ നിലവിൽ ഇന്ത്യയിൽ ഉണ്ടെന്ന് പൊതുവായ ഒരു കണക്കുണ്ട്. എന്നാൽ അവർക്ക് സ്ഥിരതയുള്ള കുടുംബ ഉറപ്പുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. ഇത് സമ്പൂർണ്ണമായും സാമൂഹികമായും നിയമപരവുമായുള്ള പ്രതിസന്ധികളെ സൃഷ്ടിക്കപ്പെടുകയാണ്. ദത്തെടുക്കലിന്റെ പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ ഒരു സംഭവം. ദത്തെടുക്കൽ പ്രക്രിയയുടെ വൈകല്യങ്ങൾ വെറും കൃത്യപരമായ രേഖാസമ്പന്നം മാത്രമല്ല, ആചാരപരമായ വ്യത്യാസങ്ങളും ഇതിൽ കാണാൻ കഴിയും. പല ദമ്പതികൾക്കും കുട്ടികളെ സ്വീകരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാലും അവർക്ക് അപേക്ഷാ പ്രക്രിയയിൽ കടന്നു ചെന്നിട്ടും പല നിയമപരമായ തടസ്സങ്ങൾ മൂലം അവർക്ക് അനുമതി ലഭിക്കാറില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രക്രിയാ വ്യത്യാസങ്ങളും ഏജൻസികളുടെ പ്രവർത്തനക്ഷമതയിലെ വ്യത്യാസങ്ങളും കുട്ടികളുടെ ദത്തെടുക്കൽ കാര്യത്തെ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ കുട്ടികളെ ദത്തെടുക്കാൻ നിരവധി നിയമപരമായ പരിശോധനകളും ആവശ്യമുണ്ട്. അതിനാൽ കുട്ടികളെ ദത്തെടുക്കുന്നത് വളരെ വൈകുന്നതാണ്. ഈ വൈകല്യങ്ങൾ കാരണം ദമ്പതികൾക്കിടയിൽ നിരാശയും മാനസിക സമ്മർദ്ദവും വർദ്ധിക്കുകയാണ്. അതോടൊപ്പം കുട്ടികളുടെ മാനസികാവസ്ഥയും ദോഷകരമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്. കൂടാതെ ദത്തെടുക്കൽ പ്രക്രിയയിലെ കുട്ടികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കാനുള്ള നിയമങ്ങൾ ശക്തമായി പാലിക്കപ്പെടുകയും വേണം. ഓരോ കുട്ടിയെയും ശാരീരികവും മാനസികവുമായ രീതിയിൽ പരിശോധിച്ച് ദത്തെടുക്കലിനുള്ള യോഗ്യത ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ഈ പരിശോധനകൾ പലപ്പോഴും പ്രക്രിയയെ വൈകിപ്പിക്കുകയാണ്. എന്നാൽ കുട്ടികളുടെ സുരക്ഷയെ മുൻഗണന നൽകുന്നത് അനിവാര്യമാണ്. ദത്തെടുക്കൽ കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഇത് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണെങ്കിലും കുട്ടികളുടെ സുരക്ഷയെ മുൻഗണന നൽകാതെ സിസ്റ്റം പ്രവർത്തിക്കാനാവുകയില്ല. അതിനാൽ ദത്തെടുക്കൽ പ്രക്രിയ നീണ്ടുപോകുന്നത് വിവിധ ഘടകങ്ങളുടെ സംയോജിതമായിട്ടുള്ള ഒരു ഫലമാണ്. നിയമപരമായ പരിശോധനകൾ, ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ, ഏജൻസികളുടെ പ്രവർത്തനശേഷി, പ്രാക്ടിക്കൽ മാനദണ്ഡങ്ങൾ, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കൽ എന്നിവ എല്ലാം സമന്വയിപ്പിച്ചാണ് ദത്തെടുക്കൽ വൈകിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ ദത്തെടുക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നത് ഒരു സാമൂഹിക പ്രതിഭാസമായി മാറിയിട്ടുണ്ട്. ദമ്പതികൾക്ക് കുട്ടികൾക്കൊപ്പം ജീവിതം പങ്കിടാൻ ആഗ്രഹമുണ്ട്. എന്നാൽ പകരം നൽകാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ ഭിന്നത സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ രൂപപ്പെടുകയാണ്. അനാഥരായവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ കുട്ടികൾക്ക് ടേബിൾ കുടുംബ പരിസ്ഥിതി നൽകുന്നത് രാജ്യത്ത് പ്രധാന ഉത്തരവാദിത്തമാണെന്ന് അംഗീകരിക്കുകയും വേണം. എന്നാൽ പ്രക്രിയയുടെ വൈകല്യങ്ങൾ നിയമപരമായ മാർഗനിർദ്ദേശങ്ങളുമായി പലപ്പോഴും ഈ ശ്രമത്തെ തടയുകയാണ്.